Hello, my dear parents. Maria Shojet of 7th B. She has secured first prize in Malayalam elocution at the district level CBSE Kaloltsavam and also a grade at the state CBSE Kaloltsavam. So we are proud to announce this and let us wish all the very best for her. നമസ്കാരം. ഭൂമിയിലെ ജീവിവർഗങ്ങളുടെ ശൈശവകാലം പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ശൈശവമുള്ളത് മനുഷ്യനാണ്. സങ്കീർണമായ മസ്തിഷ്ക വളർച്ചയുടെ ഘട്ടത്തിനായാണ് ഈ കാലം മാറ്റിവെച്ചിരിക്കുന്നത്. ഇഴയാനും നടക്കാനും ഓടാനും മനുഷ്യൻ മറ്റു ജീവികളെക്കാൾ സമയമെടുക്കുന്നു. അതിനാൽ മനുഷ്യന്റെ ബുദ്ധിവികാസവും ശാരീരിക പ്രവർത്തനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ബാല്യകാലം നിർണയിക്കുന്നതിൽ മൈതാനങ്ങൾക്ക് ഏറെ പങ്കുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ കുട്ടി മത്സരബുദ്ധിയും ആത്മവിശ്വാസവും വ്യക്തിത്വ ബോധവും സഹനശേഷിയും ആർജിക്കുന്നു. അതിനാൽ ഓരോ മൈതാനവും കളിസ്ഥലങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യനെ കെട്ടിപ്പടുക്കുന്ന അടിത്തറ കൂടിയാണ്. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലത്തെ കളിക്കളങ്ങളിലും പൊതുകിടങ്ങളിലും ചെലവാക്കേണ്ടുന്ന യുവാക്കളും കുട്ടികളും സ്വന്തം മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ സാമൂഹിക മാധ്യമങ്ങളുടെ വഴിവിട്ട കൂട്ടുകെട്ടുകൾക്കിടയിൽ നുരഞ്ഞു പൊന്തുന്ന ലഹരികൾക്കിടയിൽ അടിമപ്പെടുന്നത് വരാനിരിക്കുന്ന ദുരിതത്തിന്റെ സൂചന കൂടിയാണ്. സ്നേഹമുള്ളവരെ, കേവലം വിനോദത്തിൽ കവിഞ്ഞ് കളിക്കളങ്ങൾ നൽകുന്ന ആത്മവിശ്വാസവും വിട്ടുകൊടുക്കലും സൗഹൃദവും ചേർത്ത് നിർത്തലുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴാണ് പലപ്പോഴും ഒറ്റപ്പെടലിന്റെ മാനസിക സംഘർഷങ്ങളുടെ പലതരം ശാരീരിക അസ്വസ്ഥതകളുടെ ചുവട് പിടിച്ച് ലഹരിയുടെ കടുത്ത കടകളിലേക്ക് യുവാക്കൾ നടന്നു നീങ്ങുന്നത്. കളിക്കളങ്ങളിൽ നിന്ന് കിട്ടുന്ന ശാരീരിക ഊർജത്തിന്റെ മാനസിക ബലപ്പെടുത്തലിന്റെ കുറവ് മൂലമാണ് ഇത്തരം കെണികൾ കുട്ടികളെ ആകർഷിക്കുന്നത്. ജയിക്കുന്നവനും തോൽക്കുന്നവനും ഒന്നാണെന്ന ബോധത്തിൽ തന്നോളം മറ്റൊരാളെ ചേർത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ ലഹരിയിൽ നിന്നും അകന്നു പോയതാവാം പലപ്പോഴും ഞാൻ എന്നുള്ള സ്വാർത്ഥതയിലേക്കും എനിക്ക് മാത്രമെന്നുള്ള തോന്നലിലേക്കും അതുവഴി തന്റെ മാത്രമായുള്ള ആനന്ദത്തിലേക്കും ചുരുങ്ങിപ്പോകാൻ പുതുതലമുറയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. യഥാർത്ഥത്തിൽ എന്താണ് ലഹരി? ഏതൊരു വസ്തു ഉപയോഗിക്കുമ്പോഴും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്ന തോന്നലുണ്ടാകുന്ന അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന് വിളിക്കാം. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതിജന്യമോ കൃത്രിമവുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ലഹരി വസ്തുക്കൾ എന്നും വിളിക്കാം. പലരും ഒരു തമാശ രൂപേണ തുടങ്ങി ഒടുവിൽ കാട്ടുതീയേക്കാൾ വേഗതയിൽ പടർന്ന് പന്തലിച്ച് സമൂഹത്തിന് വലിയ ആഘാതമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഉപയോഗിക്കുവാൻ അത് ശക്തമായി പ്രേരിപ്പിക്കുകയും ഉപയോഗിച്ചാൽ ആസക്തി ജനിപ്പിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ചുഴിയാണ് ലഹരിയുടേത്. വളരുന്ന തലമുറയെ ചുറ്റി വരിയുന്ന വിനാശത്തിന്റെ നീരാളി കൈകളാണ് ലഹരിയുടേത്. കൗമാരക്കാരായ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെക്കുന്ന മാഫിയ സംഘങ്ങൾ ഇന്ന് ധാരാളം ഉണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ 5 മുതൽ 18 വയസ്സിനിടയിലുള്ളവരിൽ 74% പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. മറ്റ് കുപ്പികളിലും സിഗരറ്റ് പാക്കറ്റുകളുടെ പുറത്തും ലഹരിക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടും സാക്ഷരതയിലും സംസ്കാര സമ്പന്നതയിലും ഒന്നാമതെന്ന് അഭിമാനിക്കുന്ന മലയാളികൾ തന്നെയാണ് ലഹരി ഉപയോഗത്തിൽ ഒന്നാമത് എന്നത് നമ്മെ ലജ്ജിപ്പിക്കുന്നതാണ്. കഞ്ചാവ് മുതൽ സ്റ്റാമ്പ് വരെ പല പേരിൽ അറിയപ്പെടുന്ന ലഹരി വസ്തുക്കൾ, ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ, പൗഡർ എന്നിങ്ങനെ പല രൂപങ്ങളിൽ നമ്മളിലേക്ക് എത്തിയേക്കാം. ആഘോഷ പരിപാടികളിലോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുവെന്ന് വരും. ഒരു പ്രാവശ്യം നിങ്ങൾ അവരുടെ വലയിൽ അകപ്പെട്ടു പോയാൽ ആ വല ഭേദിച്ച് പുറത്തു കിടക്കുക അത്ര എളുപ്പമല്ല. ആണത്വവും പെണ്ണത്വവും
ദൈവം തെളിയിക്കാൻ ഒരു പ്രാവശ്യം തയ്യാറാകുമ്പോൾ ഓർക്കുക, ഒരു പ്രാവശ്യം എന്നത് പല പ്രാവശ്യമാവുകയും ഒടുവിൽ തിരിച്ചു കയറാനാകാത്ത വിധം കയത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ബാല്യങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്കിടിപ്പ് കൂടുകയാണ്. ഇവിടെയാണ് കവി അയ്യപ്പന്റെ ഈരടികൾ ഞാൻ ഓർത്തു പോകുന്നത്. കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കരൾ കാർന്നു തിന്നുന്ന ലഹരി ഉണ്ടാക്കിയ നഷ്ടബോധം. നമ്മുടെ രാജ്യത്തിന്റെ ചാലക ശക്തിയാകേണ്ട യുവത്വങ്ങൾ പതഞ്ഞു പൊങ്ങുന്ന ലഹരിയിൽ വീണുടയുമ്പോൾ നാം എങ്ങനെ കണ്ണടച്ചിരിക്കും? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുടുംബം എന്ന പോസ്റ്റർ ലഹരിയിലേക്ക് മടങ്ങിയെത്താൻ നമുക്കാകണം. അച്ഛൻ എന്ന, അമ്മ എന്ന, കുടുംബം എന്ന, സാമൂഹിക സേവനം എന്ന പോസ്റ്റർ ലഹരിയിലേക്ക്. രക്ഷിതാക്കളെ, ഈ യന്ത്രവൽകൃത ലോകത്ത് നമ്മുടെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുവാൻ നിങ്ങളുടെ സമയം കണ്ടെത്തണം. അതുകൊണ്ട് ആദ്യ ബോധവൽക്കരണം വേണ്ടത് രക്ഷിതാക്കൾക്കാണ്. നർമ്മത്തിൽ പറഞ്ഞാൽ ടാങ്കിലുള്ളതേ പൈപ്പിൽ വരും എന്നത് സാരം. അവസാനമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ലഹരിക്കുള്ളതല്ല ജീവിതം, ജീവിതമാണ് ലഹരി. ലഹരി വിരുദ്ധ നവകേരളം സൃഷ്ടിക്കുന്നതിനായി ജാതി, മത, വർണ്ണവർഗ, ലിംഗഭേദ, കക്ഷി രാഷ്ട്രീയമില്ലാതെ തോളോട് തോൾ ചേർന്ന് നമുക്ക് ലഹരിക്കെതിരെ പോരാടാം. ജീവിതമാകുന്ന ലഹരിയിലേക്ക്, കളിക്കളങ്ങളാകുന്ന ലഹരിയിലേക്ക് തിരിച്ചു വരാം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Evangeline. On this remarkable evening, we are proud to announce that 5 students of our school participated in the state level Sagodhya Kalolotsav held in Kottayam.